ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയെ കുടുക്കിയെന്ന ആരോപണം നിയമസഭയിൽ ഉയർത്തി പ്രതിപക്ഷം. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സഭ ഇന്നും പ്രക്ഷുബ്ധമായി. തന്ത്രിക്ക് പ്രത്യേക അവകാശമൊന്നുമില്ല എന്നാണ് സർക്കാർ നിലപാട്. പ്രതിപക്ഷ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ നിയമസഭാ സമ്മേളനം നാളെ അവസാനിപ്പിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ തന്ത്രിയുടെ അറസ്റ്റിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് പ്രതിപക്ഷ നീക്കം. പതിവ് പോലെ ഇന്നും നിയമസഭയിൽ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. തന്ത്രിയുടെ അറസ്റ്റിൽ ഹൈക്കോടതി ഉന്നയിച്ച വിമർശനങ്ങളും പ്രതിപക്ഷം ആയുധമാക്കി. തന്ത്രിയെ കുടുക്കി മന്ത്രിയെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പാർഷ്യലായ കുറ്റപത്രം പോലും സമർപ്പിക്കാതെ പ്രതികൾക്കെല്ലാം ജാമ്യം ലഭിക്കുന്ന നടപടിക്ക് ഗവൺമെന്റ് കൂട്ടുനിൽക്കുകയാണ് ചെയ്തത്. പ്രതിപക്ഷത്തിന്റെ വിമർശനം ഹൈക്കോടതിക്കെതിരാണെന്ന നിയമമന്ത്രി പി രാജീവ് തിരിച്ചടിച്ചു. തന്ത്രിയെ സംരക്ഷിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നതായി മന്ത്രി എം പി രാജേഷ് കുറ്റപ്പെടുത്തി. തന്ത്രിക്ക് എന്ത് പ്രത്യേക അവകാശമാണുള്ളത്? സർ, തന്ത്രിക്ക് 2 വക്കീലന്മാർ പുറത്തുണ്ട്. BJPയുമുണ്ട്, UDFുമുണ്ട്. വീണ്ടും തന്ത്രിയെ മുൻനിർത്തി തെരുവിലിറങ്ങാൻ ഉള്ള ഒരു സുവർണാവസരമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഏറെ നേരം നടുത്തളത്തിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം പിന്നീട് സഭാ നടപടികൾ ബഹിഷ്കരിച്ചു. പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിക്കുന്ന സാഹചര്യത്തിൽ സഭാ സമ്മേളനം നാളെ അവസാനിപ്പിക്കാനാണ് സർക്കാർ തീരുമാനം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.